കൂലി അധികം എക്സ്പെക്ട് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പറ്റിയിട്ട് വരാൻ പറ്റിയ ഒരു പടം, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വലുതായിട്ടൊന്നും എനിക്ക് തന്നില്ല. ഞാൻ വലിയ എനിക്ക് ഇന്നലെ തന്നെ ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ഇവിടെ കണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് എപ്പോഴാ തോന്നി വലിയ എക്സ്പെക്ട് ചെയ്യണ്ട, ഈ കൊള്ളത്തില്ലെങ്കിൽ തന്നെയും പൈസ കൊടുത്ത് പോകുന്നല്ലേ, ഒന്ന് കണ്ടിരിക്കാം എന്ന രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഞാൻ കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും വിചാരിക്കാണ്ട് കയറി കണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റി എനിക്ക്. ബാക്കി ഒരു ഗൂസ് ബംസ് വരുന്ന സാധനങ്ങളോ അങ്ങനെ നമ്മളെ ഹൈയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനങ്ങളും ഇല്ല. ഈ ഇമോഷണലി അവിടെ ഇവിടെ ചെറിയ ഒരു എന്തെങ്കിലും ഒക്കെ തോന്നും, അത്ര മാത്രമേ ഉള്ളൂ. അതില് ഫീമെയിൽ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊന്നും വലിയൊരു ഗ്രിപ്പുള്ള ഒരു സംഭവം ഒന്നും വന്നിട്ടില്ല അവിടെ. ഇമോഷണലി നമുക്കൊരു കണക്ഷനോ അങ്ങനെ ഇങ്ങനെ ഒന്നും വരില്ല. പിന്നെ നാഗാർജുന എന്ന് പറഞ്ഞ ആളുടെ ക്യാരക്ടർ കിടിലായിരുന്നു. സൗബിന്റെ ക്യാരക്ടറും ഉള്ളായിരുന്നു. ത്രൂ ഔട്ട് പടത്തിൽ സൗബിന്റെ ക്യാരക്ടർ ഉണ്ട്. ആളുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. വേറെ ഇപ്പൊ എന്താ, രജനീകാന്തിന്റെ സ്വാഗ് ആയാലും കാര്യങ്ങളൊന്നും രജനീകാന്ത് ഫാൻസിന് പോലും അത്രയും കണ്ട് രസിക്കാൻ പറ്റിയൊരു മൂവിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ലോകേഷിനെ പറ്റി പറയുകയാണെങ്കിൽ, ലോകേഷ് ആദ്യമൊക്കെ എടുത്ത് നമ്മൾ ഭയങ്കര ഹൈപ്പ് കൊണ്ടുവന്ന് പിന്നെ അത് പയ്യെ പയ്യെ ഡിപ്പാവാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് ഏകദേശം ആൾക്ക് അതായത് എടുത്ത കാര്യം തന്നെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് അവിടെ ഇവിടെ ചേഞ്ചസ് വരുത്തി, കുറച്ച് ഇവിടെ മസാല കയറ്റി, അവിടെ ഇങ്ങോട്ട് എടുത്ത് മാറ്റി, പിന്നെ കുറച്ച് ആൾക്കാർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് അത് ഒപ്പിടിച്ച് അങ്ങനെയൊക്കെ ആള് ഉണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റ്, പിന്നെ അതിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സിനിമ എടുക്കുന്ന പോലെയൊക്കെ തോന്നി. ഒരു സിനിമ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചൊക്കെ ആൾ എടുക്കുന്ന പോലെ. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്, ഇതൊക്കെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ പടത്തിന് ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു. ബട്ട് കയറി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതായത് കൊടുക്കുന്ന സ്ഥലത്തൊന്നും ആ ഒരു പഞ്ച് മ്യൂസിക് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ഉപേന്ദ്ര ആ ഒരു സംഭവം ബിൽഡ് ചെയ്ത് വെച്ച് ആൾ ഇറങ്ങി വരുമ്പം ആ ഒരു സ്വാഗൊക്കെ രസമുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ആളെ വർത്താനം തുടങ്ങി, ഒന്ന് രണ്ട് ഡയലോഗ് ആ കൂടി ഉള്ളൂ. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പഞ്ച് ഉള്ളതെല്ലാം പോയി പിന്നെ കോടിയാവും. എൽസിയുമായിട്ട് പ്രത്യക്ഷത്തിൽ കണക്ഷൻ ഒന്നുമില്ല. ഇനി അടുത്തതിൽ കണക്ഷൻ അവരെങ്ങനെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതുപോലെ ലാസ്റ്റിലേക്ക് എൻ ക്രെഡിറ്റ് സീനും ഇല്ല, അതും ആരും നോക്കിയിരിക്കണ്ട. പിന്നെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പോവാം, ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാണ്ട് പോവാണെങ്കിൽ ഒന്ന് കാണാം. പിന്നെ മോണിക്ക എന്ന് പറഞ്ഞൊരു പാട്ട്, അത് എന്തിനാ ആ സിനിമേന്റെ ഇടയിൽ കയറ്റി വെച്ചെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കണ്ടിരിക്കുക, ആ പാട്ട് ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ കണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.